സ്കറിയ 2-ാം അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. പരക്കുമോർ. ഞാൻ വീണ്ടും കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇതാ, കയ്യിൽ അളവു നൂലുമായി ഒരു മനുഷ്യൻ. നീ എവിടെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. യെരൂശലേമിനെ അളന്നു അതിന്റെ നീളം എന്തെന്നും വീതി എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് സംസാരിച്ച മാലാഖ മുന്നോട്ട് പോയപ്പോൾ ഇതാ, മറ്റൊരു മാലാഖ അവനെ എതിരേറ്റ് ചെന്ന് അവനോട് പറഞ്ഞു, നീ ഓടിച്ചെന്ന് ആ യുവാവിനോട്, യെരൂശലേമിൽ മനുഷ്യവാസമുണ്ടാകുമെന്നും മനുഷ്യരുടെയും കന്നുകാലികളുടെയും ബാഹുല്യ നിമിത്തം പട്ടണങ്ങൾക്ക് മതിലില്ലാതിരിക്കുമെന്നും പറയുക. എന്തെന്നാൽ ഞാൻ അവർക്ക് ചുറ്റും ഒരു തീമതിലും അവരുടെ മധ്യേ മഹത്വവുമായിരിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹാ ഹാ, വടക്കേ ദേശത്ത് നിന്ന് ഓടിപ്പോരുക എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ആകാശത്തിലെ 4 കാറ്റുപോലെ ഞാൻ നിങ്ങളെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ബാബേൽ പുത്രിയോടു കൂടെ പാർക്കുന്ന സിഹ്യോൻ പുത്രി, രക്ഷപ്പെട്ടുകൊള്ളുക. എന്തെന്നാൽ ബലവാനായ കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങളെ കവർച്ച ചെയ്യുന്ന വിജാതീയർക്കെതിരെ എന്നെ അവൻ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത്. ഇതാ, ഞാൻ എൻ്റെ കൈ അവർക്കെതിരെ ഉയർത്തിയിരിക്കുന്നു. അവരുടെ സർവ്വ നേട്ടവും കവർച്ചയ്ക്കിടയാക്കും. ബലവാനായ ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയും. കർത്താവേ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ ഞങ്ങളെക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആമീൻ.